നിനക്ക് ഖുറൈശി അബ്രാം ഗാങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? മലയാളത്തിൽ തന്നെ ബിഗ്ഗസ്റ്റ് മൂവിയാണ് എമ്പുരാൻ. അതായത് വലിയ പടം, നല്ല രീതിയിൽ ഹൈപ്പുള്ള ഒരു മൂവി കൂടിയാണ്. കാരണം ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട്, പിന്നെ പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ. പക്ഷെ ഈ ഒരു ദിവസങ്ങളിലായിട്ട് പടത്തിന്റെ ഹൈപ്പ് കുറഞ്ഞോ എന്നൊരു ഡൗട്ട്. ശരിയാണ്, അങ്ങനെ ഒരു പ്രശ്നം ഈ ഒരു പടത്തിന് ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ പോയേക്കാം. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ അടുത്തായിട്ട് എമ്പുരാന്റെ അപ്ഡേഷൻസ് ഒന്നും കാണുന്നില്ല. ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഇറക്കി കഴിഞ്ഞ് ഒന്നും കണ്ടിട്ടുമില്ല. ഫാൻസിനൊക്കെ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. കാരണം മലയാളത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പ്രൊമോഷൻസ് ആണ് എമ്പുരാനെ നടത്താൻ പോകുന്നതെന്നൊക്കെയാണ് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു തേങ്ങ നടത്തിയിട്ടില്ല ഇതുവരെ. ഇതിൻ്റെയൊക്കെ പേരിൽ ഫാൻസിന് നല്ലപോലെ ദേഷ്യമൊക്കെ വന്നിരിക്കുമ്പോൾ ആണ് പൃഥ്വിരാജ് നമ്മുടെ രാജമൗലി അണ്ണൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പോയത്. അത് കഴിഞ്ഞ് മൊത്തം പ്രശ്നമായി. ലൈക്ക് കൂടെ ഉണ്ടല്ലോ ആശീർവാദിൻ്റെ കൂടെ. അവരുമായിട്ട് എന്തോ പ്രശ്നമൊക്കെ ആയിട്ടുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. പിന്നെ പൃഥ്വിരാജ് സോഷ്യൽ മീഡിയയിൽ കൺവിൻസിങ് സ്റ്റാറുമായി. കാരണം എന്താണെന്ന് വെച്ചാൽ, എല്ലാ ആന്റണിയും നോക്കിക്കോ, ഞാൻ പടത്തിൽ അഭിനയിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ ഒറ്റ പോകല്ലായിരുന്നോ. ചിലർ പറയുന്നുണ്ട് ഇതൊക്കെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഉള്ളതാണ് എന്നൊക്കെ. സംശയം തോന്നുന്ന സ്വാഭാവികമാണ്. ബട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ലൈക്ക് ഓൾറെഡി പൊട്ടി പാളീസായി നിൽക്കുകയാണ്. ഇറക്കിയ പടമെല്ലാം കണ്ടല്ലോ. അവസാനം ഇറക്കിയത് വിടാമുറിച്ചാണ്. നല്ല നഷ്ടം ഉണ്ടാക്കിയ പടം അതൊക്കെ. മേ ബി ചിലപ്പോൾ പുറത്ത് ഡിസ്ട്രിബ്യൂഷനൊക്കെ ലൈക്ക് ചോദിച്ചു കാണും അവർക്ക് വേണ്ടി. അതിനെ ചൊല്ലിയായിരിക്കും ഇങ്ങനെ ആർഗ്യുമെന്റും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ പറഞ്ഞു വന്ന് ഇത്രേ ഉള്ളൂ. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെയാണ് പ്രൊമോഷൻസ് ഒന്നും കാണാത്തത്. ശരിക്കും പറഞ്ഞാൽ മാർച്ച് 1 മുതൽ തുടങ്ങുന്ന പ്രൊമോഷൻസ് ആണ്. ഇതുവരെ ഒരു അനക്കവും ഇല്ല. 14 ട്രെയിലർ വരും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. സത്യമാണോ എന്നും അറിയത്തില്ല. ഒരു പാൻ ഇന്ത്യൻ പടം ആണ് എമ്പുരാൻ. എന്ന് വെച്ചാൽ മോളിവുഡിന്റെ KGF ബാഹുലിയോ ആകും എന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു പടമാണ്. കേരളത്തിൽ പ്രശ്നമൊന്നുമില്ല. കാരണം ഓൾറെഡി തന്നെ എല്ലാവർക്കും പടത്തിനെ കുറിച്ച് അറിയാം. പക്ഷെ ഔട്ട്സൈഡ് കേരള ഒക്കെ ശോകം തന്നെ. എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലും തമിഴിലും ആ ദിവസങ്ങളിൽ വേറെ പടങ്ങളും ഉണ്ട്. നമ്മുടെ വിക്രത്തിൻ്റെയും നമ്മുടെ സൽമാൻ ഖാൻ്റെയൊക്കെ. അപ്പോൾ അമ്മാതിരി പ്രൊമോഷൻസ് ആണ് മലയാളത്തിൽ നിന്ന് കൊടുക്കേണ്ടത്. എന്ന് പറയുമ്പം പാനിൻ്റെ പടമാണല്ലോ. ഇതേ രീതിയിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതെങ്കിൽ ഈ അടുത്തൊന്നും ഇവിടെ നിന്നൊരു ബാഹുലിയോ KGF ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ പടത്തിന് വേണ്ടി ഇപ്പോൾ മൊത്തം ഓടുന്നത് ആന്റണി അണ്ണനാണ്. അപ്പോൾ ചോദിക്കും, അയാളല്ലേ പ്രൊഡ്യൂസർ, അങ്ങേര് തന്നെയല്ലേ ഓടേണ്ടതെന്ന്. ശരിയാണ്, അയാളാണ് പ്രൊഡ്യൂസർ, അയാൾ തന്നെ ഓടണം. പക്ഷേ ഈ ഒരു ലൈക്കെ കൊണ്ടുവന്നത് പൃഥ്വിരാജാണ്. അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ വന്ന് സെറ്റാക്കേണ്ടതാണ്. എന്തായാലും വരും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എല്ലാം ശരിയാകും എന്ന് പറഞ്ഞിരിക്കാം. അപ്പോൾ എമ്പുരാൻ ഇഷ്യൂ ഇതാണ് ശരിക്കും. ഈ ഒരു രീതിയിൽ വന്നത്, പ്രൊമോഷനൊക്കെ വൈകാനുള്ള കാര്യം ഇതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.